അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഇന്നലെ ഷഹന എന്ന് പേരുള്ള 31 വയസ്സുള്ള ഒരു യുവതി കാമുകനുമായിട്ട് സുഹൃത്തുമായിട്ട് വഴക്കിട്ടിട്ട് ജീവനൊടുക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തക്കടിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ തന്നെ വേണം, അത് അർഹിച്ചതാണ്, അവർക്ക് അങ്ങനെ കിട്ടണം, വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് കുത്ത്, ഇങ്ങനെ എന്തൊക്കെയോ അവരെ കുറ്റപ്പെടുത്തിയിട്ട് സത്യത്തിൽ ഈ ഒരു യുവതിക്ക് അതിന് അർഹയാണോ? യുവതിയുടെ ഉമ്മ പറയുന്നത് എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മകളെ ഓൻ എന്തോ അപായപ്പെടുത്തിയതാണെന്നൊക്കെ ആ ഉമ്മ പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം ആ യുവതി ചെയ്തതെന്നുള്ളതാണ്. പോലീസ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഈ ഒരു യുവതിക്ക്, ഈ ഷഹന എന്ന് പേരുള്ള ഈ യുവതിക്ക് അരുൺ എന്ന് പേരുള്ള ഒരു യുവാവുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. ഭയങ്കര അടുപ്പായിരുന്നു. പക്ഷേ അരുൺ വേറൊരു മതക്കാരനായതുകൊണ്ട് അത് കല്യാണം കഴിഞ്ഞു പോയില്ല. പ്രണയബന്ധം താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ഷഹൻ എന്ത് ചെയ്തത്, ഒരാളെ വിവാഹം കഴിച്ചത്. അതിലൊരു കുഞ്ഞുണ്ടായി. പക്ഷേ അത് അധികകാലം സന്തോഷത്തോടെ മുന്നോട്ട് പോയില്ല. ഇവളൊരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് ഈ ഷഹന. അങ്ങനെ ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിലായി. അവർക്ക് ജോലിയുണ്ട്. ഭർത്താവിൻ്റെ അടുത്ത് കുറേ നഷ്ടപരിഹാരങ്ങളൊക്കെ വാങ്ങാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ കേസ് കോടതിയിലാണ്. ഈ പഴയ സൗഹൃദമായ അരുൺ ശ്രീകുട്ടനുമായിട്ട് വീണ്ടും അടുക്കുന്നത്. ഒന്ന് ആലോചിക്കണേ, നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ പങ്കാളിയല്ലാതെ ഒരാൾ അന്യായമായിട്ട് കയറി വന്നാൽ അത് നമ്മുടെ ജീവിതം തകർക്കേ ഉള്ളൂ. പക്ഷെ എന്തോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മാത്രം അത് മനസ്സിലാവണില്ല. ഷഹൻ എന്ത് ചെയ്തു, ഈ സൗഹൃദബന്ധം നന്നായിട്ട് കൊണ്ടുപോയി. സംഭവം നടക്കുന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വഴക്കാവാനൊരു കാരണമുണ്ട്. ഇങ്ങനെ താൻ പ്രണയിക്കുന്ന ഈ അരുൺ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഇച്ചങ്ങാതിക്ക്, അയാളൊരു KSEBിലെ താൽക്കാലിക ഡ്രൈവറാണ്, ഇവിടെ ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ്. അയാൾക്ക് വേറെ ആരോടൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ള സംശയം ഇവൾക്ക് വന്നു. പിന്നെ കുറേ സാമ്പത്തിക ഇടപാടുകളും ഉണ്ട്. അങ്ങനെ ഗംഭീരത്തല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. അങ്ങനെ ആകെ സീനായി. ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുത്തിൽ ഇതൊക്കെ മുറുക്കിയിട്ട് താഴേക്ക് സ്റ്റെയർകേസ് വന്ന് ചാടിയതത്രേ, വെറുതെ പക്ഷെ പടച്ചോൻ്റെ വിധി അതിനങ്ങളൊരു ശിക്ഷ കൊടുക്കും പോലെ അതിനങ്ങണ്ട് തീർത്ത് കളയാനായിരുന്നു. അതാണ് ആൾക്കാർ പറയണത് ഇത് അർഹിച്ച മരണമാണെന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മളൊരു വിവാഹം കഴിക്കുന്നതിന് മുൻപ് നമുക്കൊരു പ്രണയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പ്രണയമായിട്ട് മുന്നോട്ട് പോവുക, രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചിട്ട് ഓൻ്റെ ഭാവി ഇല്ലാതാക്കുക. ഇപ്പോൾ ആ പാവം ഉമ്മ കിടുന്ന കരയാണ്, എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല. നമ്മുടെ മക്കൾ എങ്ങനെയാണെന്നൊരു തിരിച്ചറിവ് ഉമ്മാർക്കുണ്ടാവണം, നല്ലതാണ്. പണ്ട് കുറേ സദാചാര മൂല്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുമുള്ളത് കൊണ്ടാണ് ആളുകൾ വഴിതെറ്റാതെ പോയിരുന്നത്. ഇന്ന് ഈ മൂല്യങ്ങൾ ഇന്ന് ആരുമായിട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കാമെന്നൊരു തോന്നൽ. അപ്പോൾ ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് അയാൾക്ക് എന്തോ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കാൻ. ഇയാളൊരു തനിച്ച സംഖ്യയാണ്. ഇതൊരു തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ചാണ് ഈ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവല് ചർച്ച എത്തിയേനെ. ഇത് ആ പ്രണയബന്ധം തിരിച്ചു കിട്ടിയോ, നല്ലൊരു ബാങ്കിൽ ജീവനക്കാരിയാണ്, കാശുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഉപകാരപ്പെട്ടില്ല. നഷ്ടപ്പെട്ടത് ആർക്കാണ്? ആ പാവം കുഞ്ഞിനാണ്. ഇനി ഈ ഒരു സംഭവം മുൻനിർത്തിയിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരം സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയല്ലാതെ അത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരും ആവാം, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ ഒടുവിൽ ചെന്ന് എത്തലെടുക്കാണ്, കുഴപ്പങ്ങളുള്ള ബന്ധങ്ങളിലേക്കാണ്. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെ തുടങ്ങുന്നത്. നല്ല സൗഹൃദമാണല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലല്ലോ, ഞങ്ങളെ സഹായിക്കാനുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇതെന്താവും, ഇതിങ്ങനെ കിടന്ന് മാറി വേറെ പരുവത്തിലാവും. പിന്നെ വിട്ടൊഴിയാൻ പറ്റാത്ത അവസ്ഥയിലാവും. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്തരം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം? എന്തിനാ? അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കുക, അത് നമ്മുടെ ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു വാർത്തയായി, നാട്ടുകാരറിഞ്ഞു, എല്ലാ ആളുകളും ഇവരെ തന്നെ വഴി പറയണത്. കാരണം എന്തിനാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സംഖ്യയുമായി സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയത്? എന്നിട്ട് നിങ്ങൾക്ക് ഓനൊരു ഫോട്ടോ ഉണ്ട്, ഓനിങ്ങനെ നിൽക്കുക, ഉമ്മാരൊരു വേദന ആലോചിച്ച് നോക്കുക. ഉമ്മ സ്വന്തം മകള് ജീവനറ്റ് പോയൊരവസ്ഥ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പെൺകുട്ടികൾക്ക് സത്യത്തിൽ ഈ വിവാഹബന്ധം ദീർഘകാലം നിലനിൽക്കണം എന്നൊന്നും ആഗ്രഹമില്ല. അവർക്ക് 2-3 ആഗ്രഹങ്ങൾ. ഇതിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, തങ്ങളെ ആരും ഭരിക്കാൻ വരരുത്, പിന്നെ പഴയകാല സൗഹൃദങ്ങളൊക്കെ അതേപോലെ തന്നെ കൊണ്ടുപോകുക. ഇതൊക്കെ പ്രത്യക്ഷത്തിലൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. അവരുടെ ലൈഫിലും കുറേ നിയന്ത്രണങ്ങളും കാര്യങ്ങളും വിവാഹശേഷം വരും. ഈ നിയന്ത്രണങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാതിരിക്കുക നല്ലത്. എത്രയോ ആളുകൾ വിവാഹം കഴിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നതിന് ഓക്കെ, അങ്ങനെ പോയിക്കോട്ടെ. ഇത്തരം കാര്യങ്ങൾ ഒരു ലീഗലി ധാർമ്മികപരമായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിവാഹം
കഴിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ എവിടെ നിയന്ത്രണങ്ങളില്ലാത്തത്? ഒരു പള്ളിയിൽ കയറിയാൽ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റും? അവിടെ ഒരു നിയന്ത്രണങ്ങളില്ല. അവിടെ ഒരു കുടുംബത്തിൽ നോക്കില്ലേ, റോഡിലൊരു വാഹനമായിട്ട് ഇറങ്ങിയാൽ നമ്മളെ തോന്നിയ പോലെ വണ്ടി പിടിക്കാൻ പറ്റും? അവിടെ ഒരു ട്രാഫിക് റൂൾസ് ഇല്ലേ? നമ്മളൊരു മാളിൽ കയറിയാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് തോന്നിയ പോലെ പറ്റില്ല. അവർ പറയുന്ന ആ സെക്യൂരിറ്റി പറയുന്നിടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈഫിൽ തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും നോക്കിയാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. ഇതേപോലെയാണ് റിലീജിയനിലും മതങ്ങളിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ മൊറാലിറ്റിയിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു റൂൾസുകൾ നമ്മൾ ഇവിടെ മാത്രം നമ്മൾ പാലിക്കില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, അനാവശ്യമായ സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. എപ്പോഴും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ആവശ്യമില്ലാത്തതിൻ്റെ പിറകെ പോയാൽ അത്യാവശ്യമുള്ളത് നമുക്ക് നഷ്ടപ്പെടും. ഇത് വളരെയധികം മഹത്തരമേറിയ ഒരു വാക്യമാണ്, ഒരു ഫിലോസഫിയാണ്. നമുക്ക് ആവശ്യമില്ലാത്തതിൻ്റെ പിറകെയാണ് നമ്മൾ ഈ സൗഹൃദങ്ങളുടെ പിന്നാലെ പോവുക. ഫലം എന്താ ഉണ്ടാവുന്നത്? നമുക്ക് അത്യാവശ്യമുള്ള മനസ്സമാധാനം, സന്തോഷം, നമുക്ക് താല്പര്യം, എന്തൊക്കെ അത്യാവശ്യങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്കൊരു ഷഹനാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇത്തരം ഷഹനമാരൊക്കെ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഗൾഫിലൊക്കെ ഭർത്താക്കന്മാർ, ഗൾഫിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭാര്യമാർ നാട്ടിൽ, ഭർത്താക്കന്മാർ ഗൾഫിൽ, അനാവശ്യമായ റിലേഷൻഷിപ്പ് പുലർത്തുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഗൾഫിൽ നല്ല ജോലിയാണ്, ഒരുപാടുണ്ട്. പക്ഷേ ഗൾഫിൽ അയാൾക്ക് വേറൊരുത്തൻ്റെ ഭാര്യയെ അയാൾ തൻ്റെ കീപ്പാക്കി വെച്ചിക്കാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അയാൾക്ക് അതിൻ്റേതായ ഒരു ന്യായമാണ്. എന്താണ്? ഭാര്യ ഒരു വാറ്റ മരിച്ചത്, അത് സുഖമില്ലാതെ. അപ്പോൾ ഈ കീപ്പാക്കി വെക്കുന്നവരുടെ ഭർത്താവിനാണെങ്കിലോ ഇയാൾ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ജോലിയൊക്കെ കൊടുത്തിട്ട് ആ ജോലിയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടാണ് ഇങ്ങനെ ഈ മിസ്യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഒരു പറ്റിക്കലായിട്ട് അവർ തോന്നുന്നില്ല. ഇതൊക്കെ അവർക്ക് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തൻ്റെ അവകാശമാണെന്ന് കരുതുന്ന സ്ത്രീകളുമുണ്ട്. പരമാവധി കാശ് ഇങ്ങനെ വലിക്കുക, അവൻ്റെ ആരോഗ്യം വലിക്കുക, അവൻ്റെ സമ്പത്ത് വലിക്കുക, ഇതൊന്നൊരു പ്രശ്നമായിട്ട് കരുതാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കണേ. നമ്മൾ ആരെങ്കിലും ഒരു മൊറാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിപ്പനോ 6ാം നൂറ്റാണ്ടിൻ്റെ ആളോ എന്നൊക്കെയാണ് നമ്മൾ ചിത്രീകരിക്കുക. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ മൊറാലിറ്റികൾ എന്ത് ചെയ്തു? പതുക്കെ പോയി. നമ്മൾ കേട്ടില്ലേ, ഖിയാമത്ത് നാളുടെ അടയാളങ്ങൾ പെടുന്ന ഒന്നാണ് ആളുകളുടെ ഉള്ളിൽ നിന്നുള്ള ഈ ധാർമ്മികത എന്ന് പറയുന്നത്. മൊറാലിറ്റി അതിനൊരു റിലീജിയനായിട്ടൊന്നും ബന്ധം വേണമെന്നില്ല. മൊറാലിറ്റിക്ക് റിലീജിയനായിട്ട് ബന്ധമുണ്ട്, റിലീജിയനായിട്ട് ബന്ധമില്ലാത്തതുണ്ട്. കള്ള് കുടിക്കരുത് എന്നുള്ളത് റിലീജിയൻ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും അറിയാം കള്ള് കുടിക്കുന്നത് ശരിയല്ല, ഒരാൾ ആക്രമിക്കുന്നത് ശരിയല്ല. ഇസ്ലാമത്തെ പ്രത്യേകിച്ച് വെച്ചാൽ അതിനൊക്കെ ഇസ്ലാമിന് കുറേ റൂൾസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ റൂൾസിനനുസരിച്ചാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കാത്ത ആളുകൾ തോന്നിയ പോലെ ചെയ്യുന്നുണ്ട്. ഈ വിശ്വാസമുള്ള ആളുകൾ സൗകര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്നുണ്ട്. ഫലത്തിൽ മൊറാലിറ്റിക്കൊരു മതത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മതമുണ്ടെങ്കിൽ അതൊരു ഭയങ്കര പവർഫുൾ ആയിരിക്കും. ആ ഒരു മൊറാലിറ്റിയാണ് ആളുകളുടെ തലച്ചോറിൽ നിന്ന് എന്ത് ചെയ്യാണ്? നീങ്ങുകയാണ്. അതെന്താ പ്രശ്നം? ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. ഈ ഫ്രീഡം ഇവിടെ മാത്രമല്ലല്ലോ. നമ്മളൊരാളെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടോ? തോന്നിയ പോലെ കയറി പോകാൻ പറ്റില്ല. ഒരു സർക്കാർ ഓഫീസിലേക്ക് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ടൈമിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തത്? അപ്പോൾ സ്വന്തം ലൈഫിൽ നമ്മുടെ ഒരു അച്ചടക്കത്തിന് വേണ്ടി ഈ റൂൾസുകൾ വെക്കുമ്പോൾ എന്തിനാണ് അതിനെ പൊട്ടിച്ചെറിയണത്? അത് തോന്നിയതുപോലെയുള്ള അരാജകത്വത്തിലേക്കാണ്. ഇപ്പോൾ ഇത്തരം സൗഹൃദങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? ഒഴിവാക്കിയിട്ട് പരസ്പരം നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പലപ്പോഴും ഇങ്ങനത്തെ കോൾ വരലുണ്ട്, എനിക്ക് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒഴിവാവാൻ പറ്റണില്ല. ഒഴിവാക്കാനുള്ള വല്ല മാന്ത്രിക വിദ്യയുണ്ടോ അല്ലെങ്കിൽ വല്ല മെഡിറ്റേഷൻ ഉണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒരാളുടെ കയറിയിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. കൗൺസിലിംഗ് പറഞ്ഞാൽ ഒരു പ്രോസസ്സിങ്ങിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളല്ല. അവർക്ക് എന്താണോ ആവശ്യങ്ങൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവർ പരിഹരിക്കാവുന്ന. അത് നല്ല കാര്യങ്ങളാണെങ്കിലാണ് നമ്മൾ ആ വിഷയം ഏറ്റെടുക്കുള്ളൂ. രണ്ട് മൂന്ന് കേസുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തനുസരിച്ചിട്ട് അവരത് വിഡ്രോ ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ളൊരു രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ 3 രാജ്യങ്ങളുടെ പേര് പറയാം. ഒന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. ഇതിലേത് രാജ്യത്താണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.